അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. പിന്നെ അബ്ബാർ പറയുന്നത് ഈ സൂറത്തിൻ്റെ ആദ്യത്തിൽ യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തിയിട്ട് ഖും ഫഅൻദിർ, പിന്നീട് ഭീഷണിപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ ഭയപ്പെടുത്തുകയാണ് എന്നാ. ഇവിടെ ഫഅൻദിർ എന്ന ഈ പ്രയോഗത്തെ സംബന്ധിച്ചാണ് ജബ്ബാർ ഇത് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ഭീഷണിപ്പെടുത്തുക എന്ന ജബ്ബാറിൻ്റെ പ്രയോഗം പോലും തെറ്റായിട്ടുള്ളതാണ്. എന്താ കാരണം എന്നല്ലേ, മനുഷ്യൻ ആരാണ് എന്നാണ് ആദ്യമായി ചിന്തിക്കേണ്ടത്. മനുഷ്യൻ ഇവിടെ സ്വയംഭൂവല്ല. ജബ്ബാർ അകപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അതാണ് അയാളെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത്. ജബ്ബാറിന് മാത്രമല്ല, ജബ്ബാറിനെ പോലുള്ള നാസ്തികന്മാരൊക്കെ അവരകപ്പെട്ട ഏറ്റവും വലിയ അന്ധവിശ്വാസത്തിൻ്റെ ഫലമായിട്ടാണ് അവർ ഇത്തരത്തിലുള്ളൊരു ഇതിലെത്തിപ്പെട്ടത്. അതായത് ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവില്ല, ഒരു സംവിധായകനില്ല, അതിനെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരാളില്ല എന്നുള്ള ഈ ഏറ്റവും വലിയ അന്ധവിശ്വാസത്തിൽ അകപ്പെട്ടതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടും വികലമാണെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിച്ച് ഖുർആൻ്റെ കാഴ്ചപ്പാടെന്താ? മനുഷ്യൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്നുള്ളത് മാത്രമല്ല, മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടിമയാണെന്നുള്ളതാണ്. അത് മനുഷ്യന് നിഷേധിച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം മനുഷ്യന് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത പ്രകൃതിപരമായിട്ടുള്ള ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളിൽ നിന്ന് അണു അളവ് വ്യതിചലിച്ചുകൊണ്ട് മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്താണ്, മനുഷ്യനിവിടെ ശ്വാസോച്ഛ്വാസം നടത്തിക്കൊണ്ടേ അവന് ജീവിക്കാൻ കഴിയുള്ളൂ. ഭക്ഷണവും വെള്ളവും പാനീയങ്ങളും ഉപയോഗിച്ചുകൊണ്ടേ അവന് ജീവിക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഇവിടുത്തെ ചൂട്, തണുപ്പ് തുടങ്ങിയുള്ള സംഗതികളൊക്കെ അനുഭവിച്ചുകൊണ്ടേ അവന് ഇവിടെ ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ നിലകളിൽ പ്രാകൃതികമായിട്ടുള്ള ഇത്തരത്തിലുള്ള സംഗതികളിൽ മനുഷ്യൻ അവൻ ഇഷ്ടപ്പെടാതെ തന്നെ, അവൻ ഓർക്കാതെ തന്നെ അള്ളാഹുവിൻ്റെ അടിമയായി മാറിയിട്ടുണ്ട്. അത് അവന് അതിൽ നിന്ന് ഊരിച്ചാടാൻ കഴിയില്ലാണല്ലോ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് റഹ്മാനിൽ യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതാഅ്തും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ എന്ന് പറഞ്ഞത്. മനുഷ്യ സമൂഹമേ, ജിന്ന് വർഗമേ, നിങ്ങൾക്ക് സാധ്യമെങ്കിൽ ഈ ആകാശഭൂമികളുടെ അതിരുകൾ ഭേദിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു കൊള്ളുക. പക്ഷേ ഒരു അധികാരത്തിൻ്റെ സ്വാധീനത്തിലല്ലാതെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ആവുകയില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്നും ആകാശത്തു നിന്നും ഒന്നും രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇത് ഖുർആൻ മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയാണ്. ഇതെന്തിനാണ് ബോധ്യപ്പെടുത്തുന്നത്? മനുഷ്യൻ അള്ളാഹുവിൻ്റെ മനുഷ്യൻ അള്ളാഹുവിൻ്റെ സൃഷ്ടി, അവൻ്റെ അടിമയാണ് എന്നതുപോലെ മനുഷ്യൻ സ്വമേധയാ ഈ അടിമത്വം തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അള്ളാഹുവിൻ്റെ, മനുഷ്യൻ്റെ സൃഷ്ടാവിൻ്റെ, അവൻ്റെ രക്ഷകൻ്റെ തൃപ്തി അനുസരിച്ച് അവൻ്റെ നിർദ്ദേശങ്ങൾക്കൊത്ത് ഇവിടെ ജീവിക്കേണ്ടതുണ്ട്. അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമേ അവന് ഈ ലോകത്ത് നല്ലൊരു ജീവിതം, സന്തോഷകരമായ ജീവിതം കാഴ്ചവെക്കാനാവൂ, പരലോകത്ത് എന്നേക്കുമുള്ള ജീവിത വിജയം കൈവരിക്കാനുമാവുകയുള്ളൂ. ഇതവൻ സ്വീകരിക്കുന്നില്ലെങ്കിലോ അവൻ ഈ ലോകത്ത് പരാജയപ്പെടും. പരലോകത്താകട്ടെ അവൻ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് എടുത്തെറിയപ്പെടാൻ ചെയ്യുക. ഈ സംഗതി മനുഷ്യനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. ഒരു വഴി അറിയാതെ മുമ്പോട്ട് പോകുന്ന, അല്ലെങ്കിൽ വഴിയിൽ നിലകൊള്ളുന്ന അപകടം മനസ്സിലാക്കാതെ മുമ്പോട്ട് പോകുന്നൊരു വ്യക്തിയോട് മറ്റൊരാൾ ഈ വഴിയിൽ കുടികൊള്ളുന്ന അപകടത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ വഴി യാത്രക്കാരൻ അയാൾ രണ്ടാലൊരു രീതി സ്വീകരിക്കേണ്ടി വരും. ഒന്നുകിൽ ഈ പറഞ്ഞ ആളുടെ വാക്ക് കേട്ട് അയാൾ വഴി മാറി ഈ അപകടമില്ലാത്തൊരു വഴിയിലേക്ക് നീങ്ങേണ്ടി വരും. അതല്ലെങ്കിലോ അയാൾ മുമ്പോട്ട് പോയിട്ട് ഈ അപകടത്തിൽ ചെന്ന് ചാടേണ്ടി വരുന്നതാണ്. ഇവിടെ മനുഷ്യൻ്റെ മുമ്പിൽ രണ്ട് മാർഗ്ഗമേ ഉള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വഹദൈനാഹുൻ നജ്ദൈൻ, അവ്യക്തതല്ലാത്ത വ്യക്തമായ രണ്ട് മാർഗ്ഗങ്ങളാണ്. ഒന്ന് സത്യത്തിൻ്റെ മാർഗ്ഗമാണ്, മറ്റേത് അസത്യത്തിൻ്റെ മാർഗ്ഗമാണ്.
ഒന്നുകിൽ സത്യം അല്ലെങ്കിൽ അസത്യം, ഇതേ ലോകത്തുള്ളൂ. അതുകൊണ്ടാണ് ഖുർആൻ ചോദിച്ചത് ഹൊമാദ ബാദൽ ഹക്ക് ഇല്ല ലലാൽ, സന്മാർഗത്തിന് ശേഷം പിന്നെ ദുർമാർഗമല്ലാതെ മറ്റെന്താ ഉള്ളത്. അപ്പം മനുഷ്യൻ സന്മാർഗം അള്ളാഹുവിങ്കൽ നിന്ന് ലഭ്യമായ സന്മാർഗം തിരഞ്ഞെടുക്കണമോ അത് നിരാകരിക്കണമോ, ഇതാണ് മനുഷ്യൻ്റെ മുമ്പിലുള്ള ചോദ്യം. ആ ചോദ്യത്തിന് അവൻ എങ്ങനെ ഉത്തരം നൽകുന്നു? അള്ളാഹുവിൻ്റെ മാർഗം തിരഞ്ഞെടുത്താൽ അവന് വിജയിക്കാം, ഈ ലോകത്ത് അവന് വിജയിക്കാം, പരലോകത്തും വിജയിക്കാം. അത് തിരഞ്ഞെടുക്കില്ല, നിരാകരിക്കുകയാണെങ്കിലോ അവൻ ഈ ലോകത്ത് പരാജയപ്പെടും, പരലോകത്തും പരാജയപ്പെടും. അപ്പോൾ ഈ സംഗതി മനുഷ്യനെ അറിയിക്കാനുള്ളത് അവൻ്റെ സൃഷ്ടാവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. ആ കാരുണ്യമാണ് ഇവിടെ ഈ മുന്നറിയിപ്പിലൂടെ താക്കീതിലൂടെ അള്ളാഹു ചെയ്യണത്. ആ താക്കീത് നൽകണമെന്നാണ് ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ നിർദ്ദേശിക്കുന്നത്. താങ്കളിങ്ങനെ പുതച്ചിട്ട് കിടന്ന് ഉറങ്ങിയാൽ പോരാ, അല്ലെങ്കിൽ വിശ്രമിച്ചാൽ പോരാ, അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കരുത്. താങ്കൾ എഴുന്നേൽക്കണം, എഴുന്നേറ്റിട്ട് തൻ്റെ സ്വന്തം ജനതയ്ക്ക് താക്കീത് നൽകണം, മുന്നറിയിപ്പ് നൽകണം. ഈ മുന്നറിയിപ്പ് അവർ സ്വീകരിക്കുന്നുവോ നിരാകരിക്കുന്നു അത് മറ്റൊരു സംഗതിയാണ്. നിരാകരിച്ചാൽ അവർക്ക് ദോഷം, സ്വീകരിച്ചാൽ അവർക്ക് നല്ലത്, അത്രയേ ഉള്ളൂ. ഇവിടെ ഇവർ നിരാകരിച്ചതുകൊണ്ട് പ്രവാചകൻ പരാജയപ്പെടുന്നില്ല. ഈ ഇന്ദാർ എന്ന് പറയുന്ന മുന്നറിയിപ്പ് എന്നത് വൃഥാവിലാവുന്നില്ല. സ്വീകരിച്ചാൽ അവർക്ക് വിജയിക്കാം, സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പ്രവാചകൻ പരാജയപ്പെടുന്നുവെന്നോ ഈ ഇന്ദാർ മുന്നറിയിപ്പ് തെറ്റായിപ്പോയെന്നോ അതിനർത്ഥവുമില്ല. അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത് രണ്ട് സംഗതി നിർവഹിക്കാനാണെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ആദം അലൈഹിസ്സലാം മുതൽക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ പ്രവാചകന്മാരും നിർവഹിച്ചു എന്നാണ്. ആദം നബി തൻ്റെ മക്കളോട്, ശേഷം വന്ന പ്രവാചകന്മാർ അതാത് പ്രദേശങ്ങളിലെ ജനങ്ങളോട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് മൊത്തത്തോട് ഈ സംഗതിയാണ് നിർവഹിച്ചു വിളംബരപ്പെടുത്തിയിട്ടുള്ളത്. ഈ സംഗതിയാണ് നിർവഹിച്ചു വരുന്നത്. അതായത് എന്താണ്? റുസുലം മുബശ്ശിരീന വമുന്ദിരീൻ എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിൽ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. സന്തോഷവാർത്ത നൽകുന്നവരും താക്കീത് നൽകുന്നവരുമായ, മുന്നറിയിപ്പ് നൽകുന്നവരുമായിട്ടുള്ള ദൂതന്മാരെയാണ് നമ്മൾ നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും നിർവഹിച്ച ഒരു പ്രവാചകനും മാറി നിന്നിട്ടില്ലാത്ത ഏകണ്ഠമായിട്ട് എല്ലാവരും അംഗീകരിച്ചു പോകുന്നൊരു സംഗതിയാണ് ധിക്കാരികളായിട്ടുള്ള നിഷേധികളായ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുക. നിങ്ങളുടെ ഈ പോക്ക് അത് നല്ലതല്ല, അത് അപകടം പിടിച്ചതാണ് എന്നവരെ ബോധ്യപ്പെടുത്തുക. ഇത് അംഗീകരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശരിയായ മാർഗത്തിലാണുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്താം. ആ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങളുടെ റബ്ബിൻ്റെ അള്ളാഹുവിൻ്റെ പ്രീതിയും നാളെ പരലോക ജീവിതത്തിലുള്ള സ്വർഗീയ ജീവിതവുമാണ് എന്നവരെ ബോധ്യപ്പെടുത്തി അവരെ അറിയിക്കാനുള്ളത്. അത് അവർക്ക് സ്വീകരിക്കാം, നിരാകരിക്കാം, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ആ സ്വാതന്ത്ര്യത്തിന് രണ്ട് വശമുണ്ട്. ഒന്ന് ബാധ്യതയുടെ വശമാണ്, അവകാശത്തിൻ്റെ വശമുണ്ട്. മറ്റൊന്ന് അവകാശം മാത്രമല്ല സ്വാതന്ത്ര്യമായിട്ടുള്ള ബാധ്യതയുണ്ട്, ബാധ്യത മാത്രമല്ല അവകാശമുണ്ട്. അങ്ങനെ വരുമ്പോൾ അവരുടെ ബാധ്യത എന്താണ്? അള്ളാഹു നൽകിയ ഈ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ അള്ളാഹുവിനെ, തങ്ങളുടെ സൃഷ്ടാവിനെ നിഷേധിക്കുകയും ധിക്കരിക്കുകയുമാണോ വേണ്ടത്? അതോ ആ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട്, എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അവനെ അംഗീകരിച്ചും അവന് നന്ദി പ്രകാശിപ്പിച്ചും അവൻ്റെ കൽപ്പനകൾ ശിരസാവഹിക്കും ജീവിക്കുകയാണോ വേണ്ടത്? ഇത് അവരെ പഠിപ്പിക്കുകയാണ് ഇവിടെ അന്തിർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാതെ മനുഷ്യരെ വെറുതെ പേടിപ്പിക്കല്ല, മനുഷ്യനെ പേടിപ്പിക്കേണ്ടതുണ്ട്. പേടിപ്പിച്ചിട്ടില്ലെങ്കിൽ പേടില്ലാത്ത മനുഷ്യൻ എന്താ ചെയ്യുക? പേടില്ലാത്ത മനുഷ്യൻ എന്ത് വൃത്തികേടും അതുപോലെ തന്നെ എന്ത് അനീതിയും അക്രമം പ്രവർത്തിക്കാനും അവനൊരു മടിയുണ്ടാവില്ല. അല്പമൊക്കെ പേടിയുള്ള ആളുകളാണ് ഈ അക്രമമർദ്ദനങ്ങളിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്ന്, സഭ്യതരമായ സംഗതികളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നത്. അപ്പോൾ പേടിപ്പിക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർആൻ എല്ലാ പ്രവാചകന്മാരും ഇതിനെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, പേടിപ്പിച്ചിട്ടുണ്ട്. അതേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നബിയോട് പറയാൻ പറഞ്ഞത്, ഖുൽ മാ കുന്തു ബിദ്അൻ മിനർ റുസുൽ, ഞാൻ ദൂതന്മാരിൽ ഒരു പുത്തൻ കൂറ്റുകാരനല്ല. പണ്ട് എൻ്റെ മുമ്പ് വന്ന പ്രവാചകന്മാരൊക്കെ നിർവഹിച്ചു തന്നെയാണ് ഞാൻ നിർവഹിക്കുന്നത്. ഇത് മുഹമ്മദ് നബിയുടെ മാത്രം ഒരു സവിശേഷമായിട്ടുള്ള സംഗതിയല്ല. എല്ലാ പ്രവാചകന്മാരും ചെയ്യുന്നത് അദ്ദേഹം ചെയ്യുന്നു. അത്
ചെയ്തിട്ടുള്ളത് അള്ളാഹുവിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ്. അതാണ് ഇവിടെ കും ഫഅൻദിർ എന്ന് പറയുന്നത്. ഇത് നിഷേധികളായിട്ടുള്ള ആളുകൾക്ക് പിടിക്കുന്നില്ലെങ്കിൽ അത് അവരുടെ നാശഹേതുകം എന്നുള്ളതല്ലാതെ അതുകൊണ്ട് പ്രവാചകനോ പ്രവാചക അനുയായികൾക്കോ ഇസ്ലാമിനോ യാതൊരു തകരാറും വരാൻ പോകുന്നില്ല എന്നുള്ളതാണ്.